18-19 വയസ്സുള്ള കുട്ടികളൊക്കെ അൺവാണ്ടഡ് പ്രഗ്നൻസീസ് കളയാനായിട്ട് വരിക. സെമൻ അകത്ത് പോവാതെ വിത്ഡ്രോ ചെയ്യുന്ന രീതി ഇതൊന്നും അത്ര റിലയബിൾ അല്ല. പിന്നെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ കോൺടാക്ട് ചെയ്യുക, എന്ന ടൈപ്പിൽ യൂസ് ചെയ്യുക, ഇതാണ് കോൺട്രാസെപ്ഷൻ എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഒരിക്കലും അല്ല. പ്രീ മാരിറ്റൽ സെക്സ്, അതായത് കല്യാണത്തിന് മുമ്പേ ഉള്ള സെക്ഷൽ കോൺടാക്ട് വളരെ കോമൺ ആയിപ്പോൾ 18-19 വയസ്സുള്ള കുട്ടികളൊക്കെ അൺവാണ്ടഡ് പ്രഗ്നൻസീസ് കളയാനായിട്ട് വരിക. പ്രഗ്നന്റ് ആണെന്ന് അറിയാതെ പീരീഡ് ഇല്ലെന്ന് പറഞ്ഞു വരിക. ചിലപ്പോൾ ഇറഗുലർ ബ്ലീഡിംഗ് ആയിട്ടൊക്കെ കാണിക്കും. ചോദിക്കുമ്പോൾ IPL യൂസ് ഒക്കെയാണ് കാരണം. പലപ്പോഴും ഫ്രം അവർ സൈഡ് നല്ല ബുദ്ധിമുട്ടാണ് ഡയഗ്നോസ് ചെയ്യാൻ. ബിക്കോസ് അവരവരുടെ പാരന്റ്സിന്റെ കൂടെയൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അവർ ഈ കോൺടാക്ട് ഹിസ്റ്ററി ഒന്നും റിവീൽ ചെയ്യില്ല. നല്ല സസ്പീഷൻ വേണം പലതും മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ മിസ്സായി പോകും. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ നിക്കാഹ് ചെയ്തിട്ടിട്ട് ഒരു വർഷമൊക്കെ കഴിഞ്ഞ് ഫംഗ്ഷൻ വെക്കുന്ന രീതിയുണ്ട്. അതിനിടയ്ക്ക് തന്നെ 1-2 പ്രാവശ്യം ഇവർ ലീഗലി മാരീഡ് ആയിട്ട് പോലും പ്രഗ്നൻസി കളയാനൊക്കെ ആയിട്ട് വരുന്നത് വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ്. ശരിയാണ്, 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, എക്സ്പ്ലോർ ചെയ്യുന്ന പ്രായമാണ്, പ്രഷർ സീക്കിംഗ് ആണ്, ഇതൊക്കെ നിങ്ങളുടെ റൈറ്റ്സും ആണ്. എന്നാലും ഒരു അൺവാണ്ടഡ് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാനും താൻ ഗർഭിണിയാണെന്ന് അറിയാനും ഒക്കെയുള്ള ഒരു അവയർനെസ് ഇവർക്ക് ഉണ്ടായേ പറ്റുള്ളൂ. ഈ ഫീമെയിൽസ് അവരുടെ സേഫ് പീരീഡ് നോക്കുന്നത്, സെമൻ അകത്ത് പോവാതെ വിത്ഡ്രോ ചെയ്യുന്ന രീതി ഇതൊന്നും അത്ര റിലയബിൾ അല്ല. ഇവിടെയൊക്കെ പിഴവ് പറ്റാം. ഇവിടെ ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം കോണ്ടം യൂസ് മാത്രമാണ്. മെയിൽസിൽ അത്ര ബോധേഡ് ആവാറില്ല, പക്ഷേ പ്രഗ്നൻസി വരുന്നത് ഫീമെയിൽസിനാണ്. സോ ഫീമെയിൽസ് ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യുവർ പാർട്ണർ ഇസ് വെയറിംഗ് കോണ്ടംസ്. പിന്നെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ കോൺടാക്ട് ചെയ്യുക, എന്ന ടൈപ്പിൽ യൂസ് ചെയ്യുക, ഇതാണ് കോൺട്രാസെപ്ഷൻ എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഒരിക്കലും അല്ല. IPL അത്ര അത്യാവശ്യ ഘട്ടത്തിൽ ഒരു എമർജൻസി ആയിട്ട് എടുക്കുന്ന പില്ല് മാത്രമാണ്. റുട്ടീൻ യൂസ് പ്രോബ്ലംസ് ഉണ്ടാക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, പ്രൊട്ടക്ഷൻ ഇല്ലാതെ ബന്ധപ്പെട്ടു എന്ന് അറിയുന്നവരൊന്ന് പീരീഡ്സ് മിസ്സായി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് പ്രഗ്നൻസി ആണ് അല്ല എന്നൊന്ന് ടെസ്റ്റ് ചെയ്തെങ്കിലും നോക്കണം.